ഹായ്, നമുക്കിന്നൊരു യാത്ര പോയാലോ? വെള്ളിയാഴ്ച ദിവസം കേട്ടോ. അപ്പോൾ റോഡൊക്കെ വിജനമായിട്ട് കിടക്കുന്നു. നമ്മളിപ്പോൾ യങ്കലിലോട്ട് പോവാട്ടോ. നമ്മളിങ്ങനെ പോയി യങ്കൽ പബ്ലിക് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം മീനു പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ റെഡിയായിട്ട് ഫ്രണ്ടിൽ നടപ്പുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ. ഇവിടുന്ന് പൂവൊന്നും പറിക്കരുത്, വൃത്തികേടാക്കരുത് എന്നുള്ള ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു മലയുടെ അടിവാരത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. തേ പുൽത്തടിയൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയാ, എന്ത് കിളിയാണെന്നറിയാവോ. ഈ പാർക്ക് മുഴുവൻ കിളിയാണ്. ഞങ്ങൾ പോയത് ഏകദേശം ഒരു 5 മണി സമയത്താണ്. അപ്പോഴും നല്ല ചൂടുണ്ടായിരുന്നു. മുന്നോട്ട് നടക്കുമ്പം ധാരാളം ചെടികളുണ്ട് കേട്ടോ. ഇതേ കിളികളൊക്കെ കണ്ടോ, വളരെ ഹാപ്പി ആയിട്ട് പറന്ന് നടക്കുന്നുണ്ട്. ഈ മരത്തിലാണെങ്കിൽ 2 കിളിക്കൂടുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കാണാമല്ലേ. ഈ മരത്തിൽ മുഴുവൻ കിളികളാണ്. വൈകുന്നേരം ഒരു 5:30-6 സമയമായതുകൊണ്ട് കിളികളെല്ലാം കൂടി ചേക്കാറാനായിട്ട് എത്തിയിട്ടുണ്ട്. ഭയങ്കര ബഹളമാണ്. എന്തൊക്കെയോ കണ്ടിട്ടില്ലാത്ത ചെടികളും മരങ്ങളും ഒക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ചിലതിനൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം, കുറച്ചൊക്കെ ഫ്രീ ആണ്. ദേ കിളികൾ. കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് അവിടെ കാര്യമായിട്ട് ഈന്തപ്പന നട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈന്തപ്പന വിളയുന്ന സീസൺ ആയതുകൊണ്ട് എല്ലാം നല്ല പഴുത്ത് തുടുത്ത് കിടപ്പുണ്ട്. ഇതിങ്ങനെ വിളഞ്ഞ് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, ഒരു പനയിൽ തന്നെ ഒത്തിരി കൊലകളുണ്ട് കേട്ടോ. ഇത് അവർ നെറ്റിട്ട് മൂടിയിട്ടില്ല. അതുകൊണ്ട് കിളികളെല്ലാം വളരെ ഹാപ്പിയാണ്. ഇതെല്ലാം കഴിച്ച് നന്നായിട്ട് പറന്ന് നടക്കുന്നു. കിളികൾ മാത്രമല്ല, വണ്ടും തേനീച്ചയും പിന്നെ കടന്തലും ഉണ്ട്. ഇതേ കിളികളുടെ സൗണ്ട് കേട്ടെ. എവിടെ പോയാലും ചെടിയും മരങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാവും. ദേ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ കണ്ടോ. ഇങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഒരു കിളിക്കൂടിനുള്ളിൽ കുഞ്ഞുങ്ങളെ കണ്ടത്. അവിടെ ഒരു പോപ്കോൺ സ്റ്റോളുണ്ട്. മീനും അവിടെ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ നമ്മൾ പതിയെ തിരിച്ചു വരാൻ തുടങ്ങി കേട്ടോ. ദേ ഇതാണ് തിരിച്ചു വരുമ്പോൾ ഉള്ള ഒരു സൈഡ് വ്യൂ. അപ്പോഴാണ് സൈഡ് വ്യൂ മിററിൽ കൂടെ സൂര്യാസ്തമയം കണ്ടത്. പിന്നെ നമുക്ക് സഹിച്ചില്ല കേട്ടോ. നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ട് ഇറങ്ങിയിട്ട് സൂര്യാസ്തമയം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ദേ പലതരം മലകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഷാർപ്പായിട്ടുള്ളതുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ടേബിൾ ടോപ്പ് ടൈപ്പ് ഉണ്ടാവും. അങ്ങനെ പലതരം മലകൾ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടോ. ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് തന്നെ കണ്ടാലേ അതിൻ്റെ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്താ ഭംഗി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.